ഏത് തരത്തിലുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇന്നിപ്പോ സ്കൂള് എന്നുള്ള രീതിയിൽ കുറച്ച് കെട്ടിട സമുച്ചയങ്ങൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണോ, അല്ലെങ്കിൽ അല്പം പ്രകൃതി രമണീയമായ ഒരു സ്ഥാപനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ക്ലാസ് റൂമില് അല്ലെങ്കിൽ ചോക്ക്, ബുക്ക് എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ആ മലയാളം ടെക്സ്റ്റിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക നിങ്ങളുടെ ചിന്തയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ പച്ചക്കറി കടയിൽ പോകാറുണ്ട്, കൃഷിത്തോട്ടം എന്നുള്ള ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം എൻ്റെ മകൻ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോൻ അല്ലെങ്കിൽ കൊച്ചുമകൾ പഠിക്കുന്ന ഒരു സ്കൂളില് കൃഷിത്തോട്ടത്തിൽ നിന്ന് അവർ കൃഷി ചെയ്യുകയും ആ കൃഷി ചെയ്ത പച്ചക്കറികൾ ഉപയോഗിച്ച് അവരുടെ ഉച്ചത്തെ ഭക്ഷണം അവർ കഴിക്കുകയും ചെയ്യുമ്പോൾ ആ സ്കൂളിനെ നിങ്ങൾ എങ്ങനെ കാണും? അതായിരിക്കണം ഒരു സ്കൂൾ. കുട്ടികള് കൃഷി എന്ന് പറയുന്നത് മാറ്റി നിർത്താതെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു കൃഷിക്കാരൻ തന്നെ അവിടെ ഒരു അധ്യാപകനായി മാറി വരുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ വീണ്ടും ആസ്വദിക്കുകയാണ്. ഇന്നിപ്പോ എല്ലാവരും TV അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് കാർട്ടൂൺ കാണാനോ അല്ലെങ്കിൽ അവർക്ക് സിനിമ കാണണമെന്ന് തോന്നുമ്പോൾ സിനിമ കാണുന്ന തലങ്ങളിലേക്ക് തിയേറ്ററിന്റെ അനുഭവം കുട്ടികൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെയും കുട്ടികൾ സന്തോഷം. നമ്മുടെ വീടുകളില് മതിലുകളിൽ വരയ്ക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിത്രപ്പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും ഞാൻ ഉൾപ്പെടുന്ന സമൂഹം പറയും, അയ്യോ മതില് നശിപ്പിക്കാതെ എന്ന്. എന്നാലൊന്ന് ആലോചിച്ചു നോക്കിക്കേ, താൻ പഠിക്കുന്ന ആ വിദ്യാലയത്തിൽ മതിലുകളിൽ വരയ്ക്കാൻ സഹായിക്കുന്ന ആർട്ടിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അങ്ങനെ വിദ്യാർത്ഥിനികൾ ചേർന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളെ അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ക്രിയേറ്റീവ് ആർട്സും ആ മതിലുകളിൽ, ആ ചുമരുകളിൽ തൂക്കിയിടും. ഓരോ ദിവസവും സ്കൂളിൽ വരുമ്പോൾ, ക്ലാസ് റൂമിൽ വരുമ്പോൾ അത് കണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി എത്രമാത്രം അംഗീകരിക്കുന്നു എന്ന് അവർക്കും ആ വിദ്യാർത്ഥിനികൾക്ക് ബോധ്യമാകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രമാത്രം ഉയർന്നതായിരിക്കും. ചുരുക്കത്തിൽ പഠനം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ചോക്ക്, ബ്ലാക്ക് ബോർഡ് എന്നതിൽ നിന്ന് അല്പം മാറി, അല്പം ആസ്വദിച്ച് കളിചിരിയിലൂടെ, കഥകളിലൂടെ, പാട്ടുകളിലൂടെ, ഡാൻസുകളിലൂടെ ആസ്വദിച്ച് പഠിക്കും. അത് ഏത് തന്നെ വിഷയങ്ങളായാലും മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന വിദ്യാഭ്യാസം ഓർമ്മയിൽ എന്നുണ്ട്. ആ തരുണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മാതൃകയാണ് പൂർണ്ണോദയ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്.